മുഖ്യമന്ത്രിയുടെ ചെറ്റത്തരം പരാമർശത്തിൽ ഒടുവിൽ വിമർശനവുമായി ജി സുധാകരൻ. ചെറ്റ എന്ന് വിളിച്ചതുവഴി അടിസ്ഥാന വർഗത്തിന്റെ പുരയായ ചെറ്റപ്പുരയെ മുഖ്യമന്ത്രി ആക്ഷേപിക്കുകയാണ്. താൻ മുഖ്യമന്ത്രി വിമർശിക്കും, എന്നാൽ ചീത്ത പറയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തനിക്ക് പാർലമെന്ററി വ്യാമോഹമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി 9 തവണ മത്സരിച്ചെന്നും ജി സുധാകരൻ ചൂണ്ടിക്കാട്ടി. UDF ജനറൽ ബോഡി യോഗത്തിലാണ് സുധാകരന്റെ ഈ വിമർശനം. മുഖ്യമന്ത്രിയോട് ഞാൻ പറയുന്നത് ആദരണീയനായ അദ്ദേഹത്തെ ഒന്നും പറയുന്നില്ല എന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ചിലർക്ക് പരാതി. ഞാൻ ഒന്നും പറയുന്നു, അതെന്റെ ഗുരുത്വമാണ്, എന്റെ ഗുരുത്വം. വിമർശിക്കും, പക്ഷേ ഞാൻ ചീത്ത പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ചെറ്റയെന്നല്ല, ഇനി വറ്റ മത്സ്യം എന്ന് വിളിച്ചാലും ഞാൻ ചീത്ത പറയുന്നില്ല. ചെറ്റപ്പുര, ചെറ്റക്കുടിൽ, പാവപ്പെട്ടവന്റെ വീടാണത്. ആ ചെറ്റപ്പുരയെ ആക്ഷേപിക്കുകയാണ് എന്നെ ചെറ്റ എന്ന് വിളിച്ച വഴി. ഞാനും സാധാരണക്കാരനാണ്. ചെറ്റ എന്ന് വിളിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ചെറ്റപ്പുരകളുടെ പ്രതീകമാണ് ചെറ്റ എന്ന് പറയുന്നത്. എന്നാൽ ദീപോട ചെറ്റ എന്നുള്ള മാത്രമല്ല അർത്ഥം. അദ്ദേഹത്തിന് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയില്ല. പിന്നെ പാർലമെന്ററി വ്യാമോഹമാണ് എനിക്ക്. മുഖ്യമന്ത്രി വരെ പറഞ്ഞതാ പറയുന്നത്. അദ്ദേഹം 9 തവണ മത്സരിച്ചു, അവിടെ തോക്കത്തില്ലാരും. ആ സീറ്റകന, അതുകൊണ്ടാണ് ജയിച്ചത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ടുണ്ട്. രഘു, തനിക്കെതിരായി വരുന്ന വിമർശനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നു, അതിനുള്ള കൃത്യമായ മറുപടി. പക്ഷേ വ്യക്തിപരമായ നിലയിലേക്ക് പോകാതെ അദ്ദേഹം ഒരു അതിർവരം വിടുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇത് എന്ത് പരിപാടിയിലായിരുന്നു? ഒപ്പം അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾ എങ്ങനെ പോകുന്നു? അദ്ദേഹം ഈ അല്ലാതെ പരിപാടികളിലൊന്നും പങ്കെടുക്കില്ല എന്നൊക്കെ നിലപാടുണ്ടല്ലോ. ദിനീഷ്, അമ്പലപ്പുഴ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ യോഗം ആണ് ചേർന്നത്. ഇതിനുശേഷം പുറത്തു വന്ന് ജി സുധാകരനോട് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോൾ ചോദ്യകർത്താവിന്റെ പ്രശ്നമാണ്. ഉത്തരം എസ് ഓർ നോ പറയുന്ന രീതിയിലുള്ള ചോദ്യമായിരുന്നു ആ ചോദ്യകർത്താവ് ഉന്നയിച്ചത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത് എന്നുള്ളതായിരുന്നു ജി സുധാകരന്റെ പരസ്യമായ പ്രതികരണം. എന്നാൽ ഇതിന് പരസ്യമായ പ്രതികരണത്തിന്റെ തൊട്ട് മുൻപ് ജി സുധാകരൻ കോൺഗ്രസ് ഭാരവാഹികളുടെ യോഗത്തിൽ പ്രസംഗിച്ചതിന്റെ ഒരു ഇൻഹൗസ് ആയിട്ട് അകത്ത് നടന്ന, പാർട്ടി പ്രവർത്തകർ മാത്രം നടന്ന യോഗത്തിൽ ജി സുധാകരൻ നടത്തിയ പ്രസംഗമാണ് നമ്മൾ കേട്ടത്. അതായത് മുഖ്യമന്ത്രി ചെറ്റ എന്ന് വിളിച്ചതിൽ അഭിമാനമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചിറ്റപ്പുര എന്ന് പറയുമ്പോൾ നമ്മുടെ ഓല കൊണ്ട് മെടഞ്ഞ വീടുകൾക്കാണ്, പഴയ വീടുകൾക്കാണ് ചെറ്റപ്പുരകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരു അഭിമാനമായി കാണുന്നു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി പല കാര്യങ്ങളിലും വിമർശനം ഉന്നയിച്ചു. പക്ഷെ അദ്ദേഹത്തെ ചീത്ത പറയുന്നില്ല. സാധാരണ നിലയിൽ ജി സുധാകരന്റെ നാക്കം നമുക്കറിയാവുന്നതാണ്. വളരെ മൂർച്ചയുള്ള നാവാണ്, ശക്തമായ ഭാഷയിലാണ് എപ്പോഴും അദ്ദേഹം ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കാറുള്ളവരെ നേരിടുന്നത്. പക്ഷേ അത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കാൻ പോകുന്നില്ല, ഗുരുത്വം കൊണ്ടാണ്. മാത്രവുമല്ല, ആദ്യഘട്ടത്തിൽ തന്നെ ജി സുധാകരൻ പറഞ്ഞിരുന്നു ഏതെങ്കിലും രീതിയിൽ സർക്കാരിനെയോ പാർട്ടിയോ ഒന്നും വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് തന്റെ ഒരു വ്യക്തിത്വവും തന്റെ ഒരു വികസന നേട്ടങ്ങളും പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നതെന്നാണ് ജി സുധാകരന്റെ നിലപാട്. ഈ പരസ്യമായ പ്രചരണത്തിനൊന്നും ഇല്ലെന്ന് പറയുമ്പോഴും ആദ്യം പറഞ്ഞെങ്കിലും ഇന്നലെ വൈകുന്നേരം മുതൽ റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ യോഗങ്ങളിലൊക്കെ ജി സുധാകരൻ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് പ്രധാനമായും കോൺഗ്രസ് അത്തരത്തിലുള്ള നേതൃയോഗം വിളിച്ചു ചേർത്തത് എന്തുകൊണ്ടാണ് ജി സുധാകരനെ UDF പിന്തുണയ്ക്കുന്നത് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയായിരുന്നു. കാരണം UDFന് അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ കോൺഗ്രസ് നിന്നാൽ ഷുവറായിട്ട് ജയിക്കാൻ സാധ്യതയുള്ളൊരു സീറ്റിൽ എന്തിന് കഴിഞ്ഞ 5 പതിറ്റാണ്ടിലധികമായി എതിർപക്ഷത്ത് നിർത്തുന്ന ഒരാളെ കൊണ്ടുവരണം എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരുന്നു. അതിനൊക്കെ ഒരു മറുപടിയും ജി സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് ഒരു നേതൃയോഗം വിളിച്ചു ചേർത്തത്. ജില്ലയിലെ തന്നെ മുതിർന്ന നേതാവ് അമ്പലപ്പുഴയിലേക്ക് പരിഗണിച്ചിരുന്ന ഷുക്കൂർ അടക്കമുള്ള ആളുകൾ ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരോട് ജി സുധാകരന്റെ പ്രചാരണ യോഗങ്ങളിൽ സജീവമാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് മുതൽ പോസ്റ്ററൊക്കെ ഒട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്, ചെറിയ ഫ്ലെക്സുകളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ചിഹ്നമില്ലാത്തതുകൊണ്ട് പൂർണ്ണ അർത്ഥത്തിൽ ആ പോസ്റ്ററുകളൊന്നും വന്നിട്ടില്ല. 1-2 ദിവസത്തിനകം തന്നെ ഈ നോമിനേഷനൊക്കെ അംഗീകരിച്ചതിനു ശേഷം, ചിഹ്നമായതിനു ശേഷം സജീവമായി തന്നെ പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ ഇറക്കി പ്രചാരണ രംഗത്ത് സജീവമാവും. ഒപ്പം തന്നെ റോഡ് ഷോയും തുറന്ന ജീപ്പിലുള്ള പ്രചാരണ യാത്രയും ഒക്കെ വരും ദിവസങ്ങളിൽ നടക്കും.